നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് പരീക്ഷയുടെ സ്കീമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രോബ്ലംസ് ഫിസിക്സിൻ്റെ പ്രോബ്ലംസ് എക്കാലത്തും എല്ലാ കുട്ടികൾക്കും കുറച്ചെങ്കിലും ബുദ്ധിമുട്ട് ചിരിയും. ആ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയാണ് ഈ വീഡിയോ. കാരണം പ്രോബ്ലത്തിൻ്റെ സെക്ഷൻ ഒരു പക്ഷേ ഈ പരീക്ഷയ്ക്ക് കൂട്ടിയെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്പെടും. ഇത് 2 വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ആദ്യത്തെ ചാപ്റ്റേഴ്സ് വെച്ചിട്ടുള്ള ആദ്യത്തെ ഒരു വീഡിയോയും അതിനുശേഷം ഒരു വീഡിയോയും കാണും. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഇത് ഇച്ചിരി ടഫായിട്ടുള്ള ജോലിയാണ്. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് സെലക്ട് ചെയ്ത് എടുക്കുക, വരാൻ വളരെ പ്രോബബിലിറ്റി ഉള്ള ചാൻസ് ഉള്ള പ്രോബ്ലംസ്, അതും ഒരു ഇക്വേഷൻ പോലും ഒന്നും അറിയാത്ത കുട്ടികൾക്ക് പോലും മനസ്സിലാക്കി തരുന്ന രീതിയിൽ അത് പഠിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ എന്നെ മാഷിനെയും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇഷ്ടം പോലെ വീഡിയോസ് എല്ലാ വിഷയത്തിൻ്റെയും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അന്നേരം ഞാൻ കൂടുതൽ കഥകളൊന്നും പറയുന്നില്ല. നമുക്ക് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് +2 ഫിസിക്സ് ചാപ്റ്റേഴ്സ് 1 to 4 ആദ്യത്തെ 4 ചാപ്റ്ററിൽ നിന്ന് ഇഷ്ടം പോലെ പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് അതിലോട്ട് കിടക്കാം. ആദ്യത്തെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇക്വേഷൻ ചൂസ് ചെയ്യുന്നതൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. വാട്ട് ഈസ് ദി ഫോഴ്സ് ബിറ്റ്വീൻ 2 small charged spheres having charges of 2 × 10⁻⁻7 coulomb and 3 × 10⁻⁻7 coulomb placed in air 30 centimeter apart. What is the force എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ചാർജസ് തന്നിട്ടുണ്ട്. 2 × 10⁻⁻7 3 × 10⁻⁻7. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അന്നേരം 2 ചാർജും ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററിനകത്തെ കുളംസ് ലോ അനുസരിച്ച് 1/4πε0 Q1 Q2/r² ആണ്. കാരണം 1/4πε0 കോൺസ്റ്റന്റ് ആണ്. 1/4πε0ക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? 9 × 10⁻⁹ കൊടുക്കാം. ബാക്കി എല്ലാം ഉണ്ട്. ആദ്യത്തെ ചാർജിനെ നമ്മൾ Q1 ആയിട്ട് എടുക്കുന്നു. 2 × 10⁻⁻7 കൂളംബ്. Q2 ആണ് രണ്ടാമത്തെ 3 × 10⁻⁷ കൂളംബ്. 30 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസാണ്. R = 30 സെൻറ്റിമീറ്റർ. നിങ്ങൾ അറിഞ്ഞിരിക്കണം, 1 സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കണമെങ്കിൽ 1 × 10⁻⁻2 മീറ്റർ. അങ്ങനെയാണ് ഈ 30 സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കണമെങ്കിൽ 30 × 10⁻⁻2 മീറ്റർ. അന്നേരം F = 1/4πε0ക്ക് പകരം 9 × 10⁻⁹. Q1 Q2ന് പകരം 2 × 10⁻⁷ ഇൻറ്റു 3 × 10⁻⁷/r² വരെ. ആറാണ്, തെറ്റിപ്പോരുത് പലപ്പോഴും. ആറാണ് 30 × 10⁻⁻2. r² ആകുമ്പോൾ 30 × 10⁻⁻². നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് F = 6 × 10⁻⁻3. ഫോഴ്സിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. ക്ലിയർ ആണല്ലോ? ഈസി പ്രോബ്ലം ആണ്. ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം എന്നുള്ള ലാഘവത്തിൽ നിങ്ങൾ ഇരിക്കില്ല മക്കളെ. എല്ലാ ക്വസ്റ്റ്യനും നന്നായിട്ട് ചെയ്യുക. ഈസി ആയിട്ടുള്ളത് കാണും, നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് കാണും. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകും. അടുത്ത പലപ്പോഴേ ചോദിച്ചൊരു ക്വസ്റ്റ്യാണ്. വാട്ട് ഈസ് ചാർജ് ഓൺ എ ബോഡി വിച്ച് കോസസ് 12 excess ഓഫ് പ്രോട്ടോൺസ്? വാട്ട് ഈസ് ചാർജ്? ചാർജാണ് കണ്ടുപിടിക്കണം കേട്ടോ. ഇങ്ങനെയുള്ള കീവേഡ് കണ്ടുപിടിക്കണം. എൻട്രൻസ് ഒക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് Q = ± ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Q = ± NE. നമുക്ക് പ്രോബ്ലം വരുമ്പം ± വേണ്ട. Q = NE. അതിൽ നിന്ന് N തന്നിട്ടുണ്ട് 12. E എന്ന് പറയുന്നത് പ്രോട്ടോൺ ആയാലും ഇലക്ട്രോൺ ആയാലും ന്യൂട്രോൺ ആയാലും എല്ലാത്തിൻ്റെയും ചാർജ് സെയിം ആണ്. മാസ് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ചാർജ് എത്ര ആണ്? 1.6 × 10⁻⁻19 കൂളംബ്. അന്നേരം Q = N-ന് പകരം നമുക്ക് 12 ഇൻറ്റു ഇക്ക് പകരം 1.6 × 10⁻⁻19. 12 × 1.6 എന്ന് പറഞ്ഞാൽ 19.6 × 10⁻⁻19 കൂളംബ്. ഈസിയാണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കാം. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യും. അന്നേരം ഇക്വേഷൻ Q = ± NE. പ്രോബ്ലം ചെയ്യുമ്പോൾ എന്ത് വേണ്ട? Q = ± വേണ്ട, Q = NE. അതിൽ നിന്ന് N ചോദിക്കാം. N ചോദിച്ചാൽ Q/E കേട്ടോ. ക്ലിയർ ആയല്ലോ? അടുത്ത ഇത് ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. ആൻഡ് ഇലക്ട്രിക് ഡൈപോൾ ഹാസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഓഫ് നെഗറ്റീവ് ചാർജസ് ഓഫ് 4 μC. ഇത് വിട്ടുപോയതാണ്. ഈച്ച് സെപ്പറേറ്റ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 5 millimeter. കാൽക്കുലേറ്റ് ദി ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റുള്ള ഇക്വേഷൻ P = 2Lq ആണ്. അതിനകത്ത് 12 എന്ന് പറയുന്നതാണ് 5 millimeter. 1 millimeter എന്ന് പറഞ്ഞാൽ
1 × 10⁻³ മീറ്ററാണ്. അങ്ങനെ ഈ 5 മില്ലിമീറ്റർ അങ്ങനെ 5 × 10⁻³ മീറ്റർ. ക്യൂ എന്ന് പറയുന്നത് 4 മൈക്രോ കുളമാണ്. മൈക്രോയെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പം 4 × 10⁻⁻6. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6 ആണ്. 4 × 10⁻⁻6 കുളം. ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. P = 12 പകരം 5 × 10⁻³ ഇൻറ്റു ക്യൂവിന് പകരം 4 × 10⁻⁻6. ഒരു കാൽക്കുലേറ്റർ വേണ്ടേ. 5 × 4 എന്ന് പറയുന്നത് 20. 10⁻³ × 10⁻⁻6 എന്ന് പറയുന്നത് 10⁻⁻9. ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ചാർജിൻ്റെ യൂണിറ്റ്, ക്യൂവിൻ്റെ യൂണിറ്റ് കുളം, ഡിസ്റ്റൻസിൻ്റെ മീറ്റർ, എന്നാൽ കുളമ്പ് മീറ്റർ, സെൻറ്റിമീറ്റർ എന്നല്ല കുളമ്പ് മീറ്റർ. വളരെ ഈസി അല്ലേ? കുറച്ചുകൂടി ഇതിൻ്റെ ടഫായിട്ട് ക്വസ്റ്റ്യൻ ആണ്. ആൻ ഇലക്ട്രിക് ഡൈപോൾ ഓഫ് ലെങ്ത് 10 സെൻറ്റിമീറ്റർ പ്ലേസ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി, ശ്രദ്ധ പോകല്ലോ കേട്ടോ, വിത്ത് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ഇൻറ്റൻസിറ്റി 3 × 10⁻⁵ ന്യൂട്ടൺ പെർ കുളം, ടോർക്ക് ഓഫ് മാഗ്നിറ്റ്യൂഡ് 5 × 10⁻⁻5 ന്യൂട്ടൺ മീറ്റർ, ഫൈൻഡ് ദി ഡൈപോൾ മൊമെന്റ് ഓഫ് ദി ഡൈപോൾ. ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ചാർജ്, ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ഒന്ന് ഡൈപോൾ മൊമെന്റ് കണ്ടുപിടിക്കണം, രണ്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് P കണ്ടുപിടിക്കണം, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് Q കണ്ടുപിടിക്കണം. അന്നേരം തന്നിരിക്കുന്ന ഡേറ്റ അനുസരിച്ച് 12 എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ പറഞ്ഞു സെൻറ്റിമീറ്റർ മീറ്റർ ആക്കുമ്പം 10 × 10⁻⁻² മീറ്റർ. തീറ്റ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. നിങ്ങൾ യൂണിറ്റ് കൂടെ നോക്കിയാൽ അതങ്ങ് കൺഫേം ആക്കാം, അതിനകത്ത് ടെൻഷനൊന്നും വേണ്ട. ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട് 3 × 10⁵ ന്യൂട്ടൺ പെർ കുളം. ടോർക്ക് തന്നിട്ടുണ്ട് 5 × 10⁻⁵ ന്യൂട്ടൺ മീറ്റർ. ഇതാണ് ഇക്വേഷൻ. ടോ = P sin θ. എന്നിട്ട് നിങ്ങൾ ചോദിക്കും അതെന്താണ് പക്ഷേ ആ ഇക്വേഷൻ എടുത്ത് വേറെ എന്തും വേണ്ടി ഇക്വേഷൻ ഉണ്ട്? ടോർക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന, ഡൈപോളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. ടോ = P sin θ. അതിൽ നിന്ന് P ആണ് നമുക്ക് വേണ്ടത്. ഡൈപോൾ മൊമെന്റ് ടോ ബൈ E sin θ അല്ലേ? അന്നേരം P = ടോയ്ക്ക് പകരം നമുക്ക് 5 × 10⁻⁵ ബൈ ഇക്ക് പകരം 3 × 10⁻⁵ ഇൻറ്റു sin 30. നിങ്ങളതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം sin 30 എന്ന് പറയുന്നത് എനിക്ക് 1/2 ആയിരിക്കാം. അതിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടോ = ഇങ്ങനെ കിട്ടും. 3.33 × 10⁻⁻10. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. കുളം മീറ്റർ അല്ല, ന്യൂട്ടൺ മീറ്ററാണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് കേട്ടോ. ഇനി ചാർജ് കണ്ടുപിടിക്കാൻ P = വീണ്ടും 12Q. അതിന് Q = P/12. ഇവിടെ എക്സ്ക്യൂസ് മീ, ടോർക്കല്ല P ആണ് കേട്ടോ, എനിക്ക് തെറ്റിയതാണ്. P ആയിരുന്നല്ലോ കണ്ടുപിടിക്കാൻ. ഡൈപോൾ മൊമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. P = 3.33. ടോർക്ക് എന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ യൂണിറ്റ് മാറ്റിയത്. സോറി കേട്ടോ, എക്സ്ട്രീംലി സോറി. P = 3.33 × 10⁻⁻10 കുളമ്പ് മീറ്റർ കേട്ടോ. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ചാർജ് ആയിരുന്നു. ചാർജ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ P = 12Q. Q = P/12. ഇതിനൊരു പ്രത്യേകത എന്ന് പറയുമോ? ഇവിടെ P തെറ്റാണെങ്കിൽ നമുക്കിവിടെ എഴുതുന്നതും തെറ്റായി. അതായത് Pക്ക് വരെ നമുക്ക് 3. എഴുതുകയാണ് 3.33 × 10⁻10 ബൈ 12 എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടല്ലോ 10 × 10⁻². ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് Q = 0.3 × 10⁻18. ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കുളമ്പ്. ക്ലിയർ ആയില്ലെങ്കിൽ ഒരു വട്ടോടെ ഒന്ന് കേട്ട് നോക്കുക. ഓക്കെയാണ്, സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൃത്യമായിട്ട് കമൻറ്റ്സ് പറയണം കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് തന്നെ പറയണം, മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയണം കേട്ടോ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഏതിനകത്താണെന്ന് പറയുക. എ പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കപ്പാസിറ്റൻസിനകത്തെ പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ പ്രോബ്ലം ആണ്. ഓഫ് ഏരിയ 2 m² വിത്ത് എ മീഡിയം ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 7 is charged with a potential of 100 volts. Its plate separation is 0.01 millimeter. Calculate the capacitance. Capacitance ആണ് കണ്ടുപിടിക്കേണ്ടത്. പാരൽ പ്ലേറ്റിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. എന്നിട്ട് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഇല്ലെങ്കിൽ, ക്വസ്റ്റിനകത്ത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഇല്ല, പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ തന്നിട്ടുണ്ട്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഇല്ലെങ്കിൽ C = ε0 A/d. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് തന്നാൽ C = ε0 Ka/d.
ക്ലിയർ ആയോ? ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് തന്നില്ലെങ്കിൽ സി സിയിൽ എപ്സിലോൺ 0 എ ബൈ ഡിയും, ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് തന്നാൽ സി സിയിൽ എപ്സിലോൺ 0 കെ എ ബൈ ഡിയും. ഇവിടെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, അന്നേരം നമുക്ക് ഏത് മതി? സി സിയിൽ എപ്സിലോൺ 0 കെ എ ബൈ ഡി. എപ്സിലോൺ 0യുടെ വാല്യൂ നമുക്ക് കോൺസ്റ്റന്റ് ആണ് 8.85 × 10⁻12. ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് കെ ആയിട്ട് എടുക്കാം, അത് 7 ആണ്. ഏരിയ 2 m² ആണ്. ഡി എന്ന് പറയുന്നത് 0.1 millimeter ആണ്. അതിനെ മീറ്റർ ആക്കണമെങ്കിൽ 0.01 × 10⁻³ മീറ്റർ. ഇത് നിങ്ങൾക്ക് സി കണ്ടുപിടിക്കാം. ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 8.85 × 10⁻12 ഇൻറ്റു കെക്ക് പകരം 7 ഇൻറ്റു എക്ക് പകരം 2/ഡിക്ക് പകരം 0.01 × 10⁻³ നിങ്ങൾക്ക് എങ്ങനെയാണോ കാൽക്കുലേറ്റർ കിട്ടുന്നത് അതിനകത്ത് മാറ്റങ്ങളൊന്നും വരുന്നുണ്ട്. ഇപ്പോൾ 12390 × 10⁻³ ഫാരഡ് എന്നാണ് കിട്ടുന്നതെങ്കിൽ അത് തന്നെ എഴുതുക. കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 1.2 എന്ന് എഴുതണമെങ്കിൽ നിങ്ങൾ പവർ എഴുതുക. അങ്ങനെ തെറ്റിക്കണ്ട. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ എങ്ങനെയാണോ കിട്ടുന്നത് അതിനെ എൻ്റെ യൂണിറ്റ് എഴുതുക. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫാരഡാണ്. ഓക്കെ, ഇതൊരു മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് പാരപ്ലേറ്റ് കപ്പാസിറ്റർ കേട്ടോ. അതിൻ്റെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി പ്ലേറ്റ് ഓഫ് 2F പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഗിവൺ ദി സെപ്പറേഷൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഈസ് 0.5 millimeter. ഇവിടെയും പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി. പക്ഷേ ഇതിനകത്ത് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിയേ. ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് തന്നിട്ടില്ല. അന്നൊരു ഇക്വേഷൻ ഏതാ? സി സിയിൽ എപ്സിലോൺ 0 എ ബൈ ഡി. നമുക്ക് വേണ്ടത് വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി പ്ലേറ്റ്സ് ഉണ്ടോ. അതിൽ നിന്ന് എ ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ സി ഡി ബൈ എപ്സിലോൺ 0. എപ്സിലോൺ 0യുടെ വാല്യൂ 8.85 × 10⁻12. ഡി എന്ന് പറയുന്നത് 0.5 centimeter. ഡി ഈസ് ഈക്വൽ 0.5 × 10⁻² മീറ്റർ. സി എന്ന് പറയുന്നത് 2F. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 സി ഡി ബൈ എപ്സിലോൺ 0. സി എന്ന് പറയുന്നത് 2 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 0.5 × 10⁻² ബൈ എപ്സിലോൺ 0 എന്ന് പറയുന്നത് 8.85 × 10⁻12. ഉത്തരം എ ഈസ് ഈക്വൽ 0.112 ഇൻറ്റു 10⁻10 m². ഓക്കെ, ഉത്തരം ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ബോറടിക്കുന്നില്ലെന്ന് വിചാരിക്കുന്നു. ഇച്ചിരി ലെങ്തി ആണെങ്കിൽ പോലും നിങ്ങൾ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, 4 capacitors ഓഫ് 4 microfarad കണക്റ്റഡ് ഇൻ സീരീസ് പാരലൽ. നമുക്കറിയാം കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസും പാരലും ഉണ്ട്. കാൽക്കുലേറ്റ് ദി നെറ്റ് കപ്പാസിറ്റൻസ് ഓഫ് ഈച്ച് കേസ്. 4 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. 4 കപ്പാസിറ്റേഴ്സിൻ്റെയും വാല്യൂ C1 ഒരെണ്ണം എടുക്കുക, C2 രണ്ടാമത് എടുക്കുക, C3 മൂന്നാമത്തെ, C4 4 4 മൈക്രോഫാരഡാണ്. പിന്നെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ നിൽക്കേണ്ട, കാരണം എല്ലാം ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ സീരീസ് ആണെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/c ഈസ് ഈക്വൽ ടു 4 ഉള്ളതുകൊണ്ട് 1/c1 + 1/c2 + 1/c3 + 1/c4. അന്നേരം 1/c ഈസ് ഈക്വൽ 1/4 + 1/4 + 1/4 + 1/4. ഇതിന് വലിയ കാൽക്കുലേറ്റർ ഒന്നും ആവശ്യമില്ല. 1/4 എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കാലും കാലും അരയും 1 മൈക്രോഫാരഡ്. 1/c ആണ് 1. ഇത് പലരും തെറ്റിക്കുന്നത്. ചിലപ്പോൾ 1/c നമുക്ക് 9/6 എന്നാണ് കിട്ടിയെങ്കിൽ സി എന്ന് പറഞ്ഞാൽ തിരിച്ചു വരും 6/9. അത് തിരിക്കണം. ഇവിടെ 1 ആയതുകൊണ്ട് 1/1 1 മൈക്രോഫാരഡ് എഴുതുന്നതിന് കുഴപ്പമില്ല. ഇങ്ങനെ ശ്രദ്ധിച്ചോണം. വാല്യൂ ഇങ്ങനെ വരുവാണെങ്കിൽ സി തിരിച്ചു വരും. ഓക്കെ, സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് സീരീസിൻ്റെ. പാരലാണെങ്കിൽ സി ഈസ് ഈക്വൽ ടു C1 + C2 + C3 + C4. 4 + 4 + 4 + 4 എത്ര കിട്ടി? 4 + 4 + 4 + 4 എന്ന് പറഞ്ഞത് 16 മൈക്രോഫാരഡ്. അത് കപ്പാസിറ്റൻസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ എളുപ്പമാണ്. ഞങ്ങൾക്ക് ഈ പ്രോബ്ലം ഒക്കെ അറിയാം എന്ന് വിചാരിക്കുന്നവർക്ക് ചിലപ്പം തെറ്റാനും ചാൻസ് ഉണ്ട്. ഇതൊരു ആപ്ലിക്കേഷൻ ലെവലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രോബ്ലമായിട്ട് നിങ്ങൾക്ക് കൂട്ടാം. എ വയർ ഈസ് ഡ്രോൺ ഇൻ ടു ഡബിൾ ഇറ്റ്സ് ലെങ്ത്. ഒരു വയർ അതിൻ്റെ ഡബിൾ ആക്കി, അതിൻ്റെ ലെങ്ത് ഡബിൾ ആക്കി എന്ന് പറഞ്ഞാൽ L എന്ന് പറയുന്നത് 2L ആക്കി. ആൻഡ് ഹാഫ് ഇറ്റ്സ് ഒറിജിനൽ ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നത് A/2 ആക്കി. വാട്ട് വിൽ ബി ദി ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റിവിറ്റി? 2 ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. റെസിസ്റ്റൻസും കണ്ടുപിടിക്കണം, റെസിസ്റ്റിവിറ്റിയും കണ്ടുപിടിക്കണം. ഇക്വേഷൻ R = ρL/A. പുത്തൻ റെസിസ്റ്റൻസ് അല്ലേ, ഇങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് തന്നിട്ടുള്ള പുത്തൻ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് ഞാൻ R എന്ന് പറയുന്നതിനെ R1 എന്നാക്കി. റോ ഇൻറ്റു എല്ലിന് പകരം ഞാൻ 2L എന്ന് എഴുതി. ബൈ എക്ക് പകരം ഞാൻ A/2 എന്ന് എഴുതി. ക്വസ്റ്റിനകത്ത് തന്നേക്കുന്നത് അതേപോലെ ഈ കണ്ടീഷൻസ് എല്ലാം അപ്ലൈ ചെയ്തു. ഈ 2 അങ്ങ് മുകളിലോട്ട് പോകും. അന്നേരം R1 = 2 × 2 എന്ന് പറയുന്നത് 4 ρL/A. ρL/A എന്ന് പറയുന്നത് അല്ലേടെ R.
അന്നേരം R1 ഈസ് ഈക്വൽ ടു 4A എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് വിൽ ബിക്കം 4 ടൈംസ്. ഇനി റെസിസ്റ്റിവിറ്റിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്, റെസിസ്റ്റിവിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലെങ്തിനും ഏരിയയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് റെസിസ്റ്റിവിറ്റി വിൽ റിമെയിൻ ദി സെയിം. നിങ്ങൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം, റെസിസ്റ്റിവിറ്റി ഈസ് എൻ സെറ്റ് എഴുതണം. ക്ലിയർ? അതുപോലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് ലാമ്പ് ഹാസ് ഗ്രേറ്റർ റെസിസ്റ്റൻസ് 60 വാട്ട് ഓർ 100 വാട്ട് വെൻ കണക്റ്റഡ് ടു ദി സെയിം സപ്ലൈ? ഒരേ സപ്ലൈ കൊടുക്കുന്നു, 60 വാട്ട് ലാമ്പിനാണോ 100 വാട്ട് ലാമ്പിനാണോ കൂടുതൽ റെസിസ്റ്റൻസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എടുക്കാം. P ഈസ് ഈക്വൽ ടു VI. ഇത് ചില ഇക്വേഷൻസ് കൊടുക്കുമ്പോൾ വ്യത്യാസം വരാം. നിങ്ങൾ ഈ ഇക്വേഷൻ തന്നെ കൊടുക്കുക. P ഈസ് ഈക്വൽ VI. ഓംസിനനുസരിച്ച് I ഈസ് ഈക്വൽ ടു V/R. അന്നേരം P ഈസ് ഈക്വൽ ടു V ഇൻറ്റു V/R എന്ന് പറഞ്ഞാൽ P ഈസ് ഈക്വൽ V ഇൻറ്റു V എന്ന് പറഞ്ഞാൽ V²/R എന്ന് പറഞ്ഞാൽ Pയും Rഉം പവറും റെസിസ്റ്റൻസിനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. എന്ന് പറഞ്ഞാൽ പവർ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. ഇവിടെ പവർ കൂടുതലെന്ന് പറഞ്ഞാൽ 100 വാട്ടിന് പവർ കൂടുതലാണ്, റെസിസ്റ്റൻസ് കുറവാണ്. പവർ കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും. പവർ 60 വാട്ടിന് പവർ കുറവാണ്, റെസിസ്റ്റൻസ് കൂടുതലാണ്. അന്നേരം ഗ്രേറ്റർ റെസിസ്റ്റൻസ് ഏതിനാണ്? 60 വാട്ടിനാണ്. അന്നേരം 60 വാട്ട് ഹാസ് മോർ റെസിസ്റ്റൻസ് ദാൻ 100 വാട്ട് ബിക്കോസ് റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പവർ ഓഫ് ദി ലാമ്പ്. ക്ലിയർ ആയോ? അടുത്തത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിലെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ സർക്കുലർ ലൂപ്പ്, ബയോട്ട് സാവാർട്സ് ലോയുടെ സർക്കുലർ ലൂപ്പിനകത്തൊക്കെ വരുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ. കൺസിഡർ എ ടൈറ്റ്ലി വൗണ്ട് 100 ടേൺ കോയിൽ ഓഫ് റേഡിയസ് 10 സെൻറ്റിമീറ്റർ carrying a current of 1 ampere. What is the magnitude of the magnetic field at the center of the coil? അന്നേരം ടൈറ്റ്ലി മൗണ്ട് 100 ടേൺ എന്ന് പറയുമ്പോൾ N എന്ന് പറയുന്നത് 100, റേഡിയസ് എന്ന് പറയുന്നത് A, ആറായിട്ടും എടുക്കാം. ഞാനിപ്പോൾ A ആയിട്ട് അങ്ങ് എടുത്തേക്കുന്നുള്ളൂ. 10 സെൻറ്റിമീറ്റർ ആണ്, അതിനെ മീറ്റർ ആക്കുമ്പോൾ 10 × 10⁻² മീറ്റർ. കറണ്ട് I ഈസിക്കൽ 1 ആംപിയർ. നമ്മുടെ യഥാർത്ഥത്തിൽ സെൻറ്റർ ഓഫ് ദി കോയിലിനുള്ള ഇക്വേഷൻ B ഈസിക്കൽ μ0 I/2A എന്നാണ്. N നമ്പർ ഓഫ് ടേൺസ് എന്നുണ്ടെങ്കിൽ ഐക്ക് മുന്നായിട്ട് N കൊണ്ട് ഗുണിക്കണം. എന്നൊരു ഇക്വേഷൻ B ഈസിക്കൽ ടു μ0 Ni/2A. B ഈസിക്കൽ ടു μ0ക്ക് പകരം 4π ഇൻറ്റു μ0യുടെ വാല്യൂ കേട്ടോ 4π ഇൻറ്റു 10⁻⁻7 ന്യൂട്ടൺ ആംപിയർ (2). അന്നേരം μ0ക്ക് പകരം 4π ഇൻറ്റു 10⁻⁻7, Nന് പകരം 100, ഐക്ക് പകരം 1/2 ഇൻറ്റു ശ്രദ്ധിക്കേണ്ടത് എക്ക് പകരം 10 × 10⁻². ഓക്കെ. ഇത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് B ഈസിക്കൽ ടു 6.28 × 10⁻⁻4. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ടെസ്ല. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ സർക്കുലർ കോയിൽ ഓഫ് 120 ടേൺസ് has a radius 18 centimeter and carry a current of 3 ampere. What is the magnetic field at the center of the coil? Center of the coil എന്നുള്ള ഇക്വേഷൻ നമ്മളിപ്പോൾ പറഞ്ഞതാണ്. അറ്റ് എ പോയിന്റ് ഓൺ ദി ആക്സിസ് ഓഫ് ദി കോയിൽ. അത് ഇച്ചിരി ചെയ്യാനുള്ള പ്രോബ്ലം ആണ്. സെൻറ്റർ ഓഫ് ദി കോയിൽ ആണെങ്കിൽ മുമ്പിലത്തെ കൂട്ട് തന്നെ N ടേൺസും തന്നിട്ടുള്ളതുകൊണ്ട് B ഈസിക്കൽ ടു μ0 Ni/2A. N തന്നിട്ടുണ്ട് 120, A തന്നിട്ടുണ്ട് 18 സെൻറ്റിമീറ്റർ, അതിനെ മീറ്റർ ആക്കുമ്പോൾ 18 × 10⁻², I 3 ആംപിയർ. മുമ്പലത്തെ കൂട്ട് തന്നെ ചെയ്യുമ്പോൾ B ഈസിക്കൽ ടു 1.256 × 10⁻³ ടെസ്ല. ഇത് സെൻറ്റർ ഓഫ് ദി കോയിലാണ്. അതിപ്പോൾ നമ്മൾ ചെയ്തതാണ്. ആക്സിസ് ഓഫ് ദി കോയിൽ എന്ന് പറയുമ്പം അതിൻ്റെ മെയിൻ ഇക്വേഷൻ ആണ്. അത് വൃത്തിയായിട്ട് പഠിക്കണം. B ഈസിക്കൽ ടു μ0 Ni/A² × 2 x² + a² ദി ഹോൾ റേസ് ടു 3/2. ഇങ്ങനൊരു ഇക്വേഷൻ കാണുമ്പോഴേ ചിലൊരു ബോധം കിട്ടും. ഈ ഹോൾ റേസ് ടു 3/2 ഭയങ്കര റൂട്ടും എല്ലാം ഉണ്ട്. അങ്ങനെ പ്രശ്നമേ ഇല്ല. നിങ്ങൾ ഓരോന്ന് നോക്കിയാൽ μ0യുടെ വാല്യൂ 4π × 10⁻⁻7, N 120, A എന്ന് പറയുന്നത് X എന്ന് പറയുന്നത് നിങ്ങൾ സെയിം ആയിട്ട് എടുക്കുക. കാരണം ഇതിനകത്ത് A മാത്രമേ എന്നുള്ളൂ. ഒരു Xും 18 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കുക. അതിനെ മീറ്റർ ആക്കുമ്പം 0.12 × 10⁻² എന്ന് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ദി ഹോൾ സ്ക്വയർ /2 ഇൻറ്റു എക്സും എയും ഒന്നായതുകൊണ്ട് 0.8 ദി ഹോൾ സ്ക്വയർ + 0.8 ദി ഹോൾ സ്ക്വയർ ദി ഹോൾ റേസ് ടു 3/2. ഈ 3/2 ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. 1/2 × 3. 1/2 × 3 എന്ന് പറയുന്നത് എന്തുവാ? 3/2 ആണ്. അത് 1/2 എന്ന് പറഞ്ഞാൽ ആദ്യം സ്ക്വയർ റൂട്ട് എടുത്തിട്ട്, ഉത്തരത്തിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തിട്ട് ക്യൂബ് എടുക്കണം.
സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ചെയ്യാം. സ്ക്വയർ റൂട്ട് എടുത്തിട്ട് ക്യൂബ് എടുത്താൽ നമുക്ക് ഉത്തരം കിട്ടും. അന്നേരം ബി ഇസിക്കൽ ഇതെല്ലാം ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് 4.8 × 10⁻⁴ ടെസ്ല നിങ്ങൾ ചെയ്ത് നോക്കണം. ചിലവ് മാഷിന് തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തുക. ഓക്കെ, അത് ഇത് ചെയ്യുന്ന രീതി മനസ്സിലായി. സർക്കുലർ ലൂപ്പിൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ്, സർക്കുലർ കോയിലിൻ്റെ ബയോസാവേഴ്സ് ലോയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ പ്രോബ്ലമാണ് കേട്ടോ. അടുത്തത് ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം ആണ്. എ സോളിനോയിഡ് ഓഫ് ലെങ്ത് 0.50 meter ഹാസ് 4 layers of winding 350 turns each. Radius of lower layer is 1.4 cm and carries a current of 6 ampere. Estimate the magnetic field near the center of the solenoid, near the ends, outside the solenoid. ഇത് പെട്ടെന്ന് പറയാം. സോളിനോയിഡിന് പുറത്ത് എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് എന്തുമായിരിക്കും? B = 0. പെട്ടെന്നൊരു മാർക്ക് കിട്ടി. അടുത്ത തന്നിരിക്കുന്ന ഡേറ്റയൊക്കെ എങ്ങനെ എഴുതാം? I = 6 ampere. ക്യാപിറ്റൽ N ആണ്. ഇങ്ങനെയാണ് ഒരു പറഞ്ഞേക്കുന്നത്. നോക്കി, 4 layers of winding 350 turns. 1 layer of winding 350 turns ആണെങ്കിൽ 1 × 350. 2 layers ആണെങ്കിൽ 2 × 350. 3 layers ആണെങ്കിൽ 3 × 350. 4 layers ആകുമ്പം ക്യാപിറ്റൽ N = 4 × 350. തിരിച്ചങ്ങ് എഴുതിയാൽ മതി. 4 × 350 രണ്ട് സെയിം ആണ്, എന്നാലും അത് 1400. പിന്നെ തന്നിരിക്കുന്നത് L തന്നിട്ടുണ്ട്. 0.5 meter ആണ്. അതിനെ 0.5 meter. പിന്നെ 4 layers of any radius of lower layer. അത് ചുമ്മാ നിൽക്കുന്നതാണ്. കറണ്ട് I = 6 ampere. സ്മോൾ n ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. സ്മോൾ n ക്യാപിറ്റൽ N/L. സ്മോൾ n ക്യാപിറ്റൽ N എന്ന് പറയുന്നത് 1400/L എന്ന് പറയുന്നത് 0.50. അന്നേരം സ്മോൾ n = 2800. ഇവിടെ ഇനിയും സോളിനോയിഡിൻ്റെ മെയിൻ ഇക്വേഷൻ എന്തോ? B = μ0 Ni എന്നാണ് മെയിൻ ഇക്വേഷൻ. അത് പോയി കേട്ടോ. B = μ0 Ni. B = μ0ക്ക് പകരം 4π × 10⁻⁻7 ഇൻറ്റു എന്നിന് പകരം ഇൻറ്റു ഐക്ക് പകരം 6. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം അത്രയും ടെസ്ല. ഞാനിപ്പോൾ കാൽക്കുലേറ്റർ ഇല്ലാത്തതുകൊണ്ട് ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇനി നിയർ ദി എൻസ് ആണെങ്കിൽ ഇതേ ഇക്വേഷൻ /2 ആണ്. നിയർ ദി എൻസ് B = μ0 Ni അല്ലേ? അന്നേരം ഇതിന് കിട്ടുന്ന ഇക്വേഷൻ 2.1 ആണ് കേട്ടോ. ഇൻറ്റു, കാരണം നമുക്കിവിടെ മനസ്സിലാകും, ഇൻറ്റു 10⁻². ഓക്കെ, അതെങ്ങനെ മാഷ് മനസ്സിലായെന്ന് പറഞ്ഞാൽ B = μ0 Ni/2 ആണ് നിയർ ദി എൻസ്. അത് ചിലപ്പോൾ നമ്മുടെ തിയറിക്കകത്തില്ല. അന്നേരം B = μ0 Niക്കുള്ളതല്ലേ ഇവിടെ കിട്ടിയേ. അത് 2.1 × 10⁻² എന്ന് ഇവിടെ എഴുതി. അതുകൊണ്ട് ഞാൻ അവിടെ നിങ്ങൾക്ക് കാച്ചിയെ /2 എന്ന് പറഞ്ഞാൽ 2.1 / 2 എന്ന് പറഞ്ഞാൽ 1.05 × 10⁻² ടെസ്ല. ഔട്ട്സൈഡ് ദി സോളിനോയിഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? B = 0. ഇത്രയും ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, എ റെക്ടാങ്കുലർ കോയിൽ ഓഫ് ഏരിയ 5 × 10⁻⁴ meter and 60 turns is pivoted about one of its vertical sides. The coil is in a radial horizontal field of 90 gauss എന്നില്ല. What is the torsional constant അല്ലെങ്കിൽ മറ്റൊരു പേര് couple per unit twist of hair spring connected to the coil if the current of 0.20 milliampere produces an angular deflection of 18 degree? ഇത്രയും വലിയ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കത്ത് പോലും ഇല്ല. വളരെ സിമ്പിളാടി. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. കാരണം നമുക്ക് തന്നേക്കുന്ന എല്ലാ കാര്യങ്ങളും ടോർഷണൽ കോൺസ്റ്റൻ്റ് എന്നൊക്കെ പറയുന്നത് അതിനകത്ത് മാത്രമേ ഉള്ളല്ലോ. കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ്. അന്നേരം എ എന്ന് പറയുന്നത് ഏരിയ 5 × 10⁻⁴ meter². N 60 ടേൺസ് തന്നിട്ടുണ്ട്. ഇനി ബി 90 ഗോസ് ആണ്. ഗോസിനെ ടെസ്ല ആക്കണം. 1 ഗോസ് എന്ന് പറഞ്ഞാൽ 1 × 10⁻⁴ ടെസ്ല. അങ്ങനെയാണെങ്കിൽ 90 ഗോസ് എന്ന് പറഞ്ഞാൽ 90 × 10⁻⁴ ടെസ്ല. പിന്നെ തീറ്റ 18 ഡിഗ്രി തന്നിട്ടുണ്ട്. കറണ്ട് I = 0.2 milliampere ആണ്. അതിനാകും മില്ലിയാമ്പിയറിന് ആംപിയർ ആകുമ്പോൾ 0.20 × 10⁻³ ആംപിയർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോർഷണൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. അന്നേരം C = NiAB/θ. അതിനകത്ത് ഓരോ ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. N 60 ഇൻറ്റു I 0.20 × 10⁻³ A എന്ന് പറയുന്നത് 5 × 10⁻⁴.
ബി എന്ന് പറയുന്നത് 90 ഇൻറ്റു 10⁻⁴/18 ഡിഗ്രിയെ വേറെ ഒന്നും നോക്കണ്ട, 18 തന്നെ കൊടുക്കുക. നിങ്ങൾക്ക് സി ഇസിക്കൽ ടു 3 ഇൻറ്റു 10⁻⁹ ഇങ്ങനെയാണല്ലോ കിട്ടുന്നത്. അതായത് NIAB എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ടോയാണ്. ടോയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ ബൈ തീറ്റയുടെ ഡിഗ്രി. അതുകൊണ്ടാണ് ഇവിടെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ പെർ ഡിഗ്രി എന്ന് വന്നത്. ഓക്കെ, അടുത്തത് വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ, കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്റർ. സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം, സെയിം ക്വസ്റ്റ്യൻ. അന്നേരം ഇത് NCERT-ക്കകത്തുള്ളതാണ്. എ ഗാൽവനോമീറ്റർ വിൽ ഹാവ് എ റെസിസ്റ്റൻസ് ഓഫ് 12 ohm. ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 12 ohm ആണ്. G = 12 ohm. ആൻഡ് ദി മീറ്റർ ഷോസ്, ഏത് മീറ്ററാ? ഗാൽവനോമീറ്റർ ഷോ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഫോർ എ കറണ്ട് ഓഫ് 3 mA. കറണ്ട് എന്ന് പറയുന്നത് ഗാൽവനോമീറ്റർ കറണ്ട് ആയതുകൊണ്ട് IG = 3 mA. അതിന് ആംബിയർ ആക്കുമ്പോൾ 3 × 10⁻³ ആംബിയർ. നമുക്ക് വോൾട്ടേജ്, ഹൗ വിൽ യു കൺവേർട്ട് ദിസ് മീറ്റർ എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്റർ. അങ്ങനെ കൺവേർഷൻ ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്റർ കണ്ടുപിടിക്കേണ്ടേ. ഓഫ് റേഞ്ച് ഇറ്റ് 0 to 18 വോൾട്ട്. ഇവിടെ 0 to 5 വോൾട്ട് ആണെങ്കിൽ 5 വോൾട്ട്, 0 to 10 വോൾട്ട് ആണെങ്കിൽ 10 വോൾട്ട്, 0 to 18 വോൾട്ട് ആണെങ്കിൽ 18 വോൾട്ട്. അന്നേരം V = 18 വോൾട്ട്. ഇനി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ R = V/IG - G. ഒരു കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമില്ല. R = Vക്ക് പകരം 18/IG പകരം 3 × 10⁻³ - 12. 18ഉം 3ഉം വെട്ടി 6. 10⁻³ അങ്ങ് മുകളിൽ പോകുമ്പോൾ 10⁻³. അന്നേരം 6 × 10⁻³ - 12. ആവേശമൊന്നും കാണിക്കരുത്. 6 - 12 അങ്ങനെ ചെയ്യേണ്ടത്. 6 × 10⁻³ എന്ന് പറഞ്ഞാൽ 10⁻³ എന്ന് പറഞ്ഞാൽ 1000 ആണ്. 6 × 1000 എന്ന് പറഞ്ഞാൽ 6000 - 12 എന്ന് പറഞ്ഞാൽ 6000 - 12 എന്ന് പറഞ്ഞാൽ 5988. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം. ഓക്കെ, ഇതാണ് സിമ്പിളായിട്ട് കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്റർ. ഇത് സെയിം വാല്യൂ പോലും വ്യത്യാസമില്ല ക്വസ്റ്റ്യൻ ചോദിക്കും. അതുപോലെ തന്നെ കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്ററും ചോദിക്കും. എ ഗാൽവനോമീറ്റർ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 15 ohm and the meter will show full scale reflection on a current of 4 mA. How will you convert this meter into ammeter? എന്നുള്ള ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററോട്ട് മാറ്റണം. ഓഫ് റേഞ്ച് 0 to 6 ആംബിയർ. എന്നിട്ട് അവിടെ 0 to 6 ആംബിയർ എന്ന് പറയുമ്പോൾ ഇവിടെ കറണ്ടാണ്. 0 to 6 എന്ന് പറയുമ്പോൾ എത്ര? 6. അന്നേരം I എന്ന് പറയുന്നത് 6 ആംബിയർ. ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് G = 15 ohm. ഗാൽവനോമീറ്ററിൻ്റെ കറണ്ട് തന്നിട്ടുണ്ട് 4 mA. IG = 4 mA. 4 × 10⁻³ ആംബിയർ. ഈ ഇക്വേഷൻ ആണ്. S = IgG/I - IG. നമ്മളെ ഡെറിവേഷനിൽ വരുന്നതാണ്. S = IGക്ക് പകരം 4 × 10⁻³ ഇൻറ്റു Gക്ക് പകരം 15 ബൈ Iക്ക് പകരം 6 മൈനസ് IGക്ക് പകരം 4 × 10⁻³ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് കൃത്യമായിട്ട് കിട്ടും. S എന്ന് പറഞ്ഞാൽ ഷണ്ട് റെസിസ്റ്റൻസ് ആണ് 0.01 ohm. ആദ്യത്തെ 4 ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ വീഡിയോയ്ക്കകത്ത് അത് ഉറപ്പായിട്ടും വരും. AC-യുടെയും റയോപ്റ്റിക്സിൻ്റെയും ഒക്കെ പ്രോബ്ലംസ് അടുത്ത വീഡിയോയ്ക്കകത്ത് വരും. എന്തായാലും നിങ്ങളിത് കേൾക്കുമ്പം വളരെ കുറച്ച് സമയം കൊണ്ട് 4 ചാപ്റ്ററിനകത്ത് പ്രധാനപ്പെട്ട പ്രോബ്ലംസ് കവർ ചെയ്തു എന്നുള്ളതാണ്. അന്നേരം മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇങ്ങനെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനി 1 മാർക്ക് ക്വസ്റ്റ്യൻസ് വരും. ഒരു 100 ക്വസ്റ്റ്യൻ എങ്കിലും 1 മാർക്ക് ക്വസ്റ്റ്യൻ മാക്സിമം ആലോചിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വീഡിയോ വരും. നിങ്ങൾക്കത് കണ്ടാൽ മതിയല്ലോ, ആ 100 ക്വസ്റ്റ്യൻ പഠിക്കുന്നതിന് തുല്യമോ. അന്നേരം നന്നായിട്ട് പഠിക്കുക. നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.